ഹലോ. അപ്പൊ നിങ്ങൾ എല്ലാരും വെയിറ്റ് ചെയ്തിരുന്നേ, എല്ലാരും കൊറേ കാലായിട്ട് നമ്മളെ അക്കൗണ്ടിൽ ആഗ്രഹിച്ച കൊറേ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ പ്രതീക്ഷിച്ചൊരു വ്ളോഗാണ് ഇപ്പൊ നമ്മ ഇടുന്നത്. നമ്മ രണ്ടാളും ഗുരുവായൂർ വന്നിട്ടല്ല ഇപ്പൊ ഗുരുവായൂരാണുള്ളത്. അറിയാം, നമ്മൾ സ്റ്റോറിയെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവരും അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവരിലാണെങ്കിൽ എന്തായാലും അറിയായിരിക്കും. നമ്മള് സ്ഥിരം അപ്ഡേറ്റ് എല്ലാം കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നവരാണ് രണ്ടാളും സ്റ്റോറിയില്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്തായാലും അറിയായിരിക്കും നമ്മളിപ്പോ ഗുരുവായൂരായില്ല എന്നുള്ളത്. മനസ്സിന്റെ അമ്മ ഡാൻസ് ടീച്ചറാണ്. അപ്പൊ പിന്നെ അമ്മേന്റെ പിള്ളേരെ അരങ്ങേറ്റം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്ന നമ്മ അപ്പൊ വിചാരിച്ചു എന്തായാലും ഞാൻ നിങ്ങൾക്ക് അറിയാലോ, മനസ്സിന് വല്ലപ്പോഴും മാത്രമേ കാണാൻ കിട്ടാറുള്ളൂ. അപ്പൊ ഇന്ന് കാണാൻ ഞാൻ വിചാരിച്ചു വീട്ടിൽ നിന്ന് വരുമ്പോ നമുക്കൊരു Q&A ഇടാം എന്നെല്ലാം വിചാരിച്ചാണ് ഞാൻ Q&A ഇട്ടത്. അപ്പൊ Q&A ഇട്ട് കൊറേ ക്വസ്റ്റ്യൻസ് വന്നു. അപ്പൊ വിചാരിച്ചു ഇപ്പൊ തന്നെ ഇപ്പൊ സമയത്ത് വാങ്ങിച്ച് 1:40 പുലർച്ചെ എല്ലാരും ഉറങ്ങി. ഇല്ല, അമ്മയൊന്നും ഉറങ്ങിയിട്ടില്ല. അമ്മ ഫുള്ള് ടെൻഷൻ, ബാക്കി എല്ലാരും ഉറങ്ങി. അമ്മ നാളെ പോവാനുള്ള പ്രിപ്പറേഷൻ ആണ്, ഓരോ സാധനങ്ങൾ എടുത്തേക്കണുള്ളത്. അപ്പൊ ഞാനും മനസ്സിടാ റൂമിൽ കയറി കഴിഞ്ഞിട്ട് സമാധാനത്തിൽ ആൻസർ തരാന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ നിങ്ങൾ വായിച്ചിട്ടില്ല ക്വസ്റ്റ്യൻ എല്ലാം. എല്ലാം കൊറേ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സ്കിപ്പ് ചെയ്യും. അതിപ്പോഴേ പറയാം. ഓക്കെ, അത് ഞാനന്ന് ആമീന്റെ Q&A ഇടുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, കണ്ടവാൻ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാനാവില്ല. സോ അപ്പൊ സ്കിപ്പ് ചെയ്ത് വിടുന്നില്ല. സെയിം വേരിയേഷനിലുള്ള ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് നമ്മൾ എന്തായാലും സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ തമ്മിൽ എന്താണ് നമ്മള് സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മള് ആൻസർ ചെയ്യല്. ഓക്കെ, ഇപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ വായിക്കാൻ പോവുകയാണ്. ആളെ പേരടക്കം വായിക്കുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ലല്ലോ. ഷാന PGN. ഷഹന PGN. Who is Kichwan's favorite co-actor among them? എനിക്ക് കോ ആക്ട്രസ് ആണ് ചോദിച്ചത്. കോ ആക്ട്രസ് എനിക്ക് എല്ലാരും ആക്ച്വലി എല്ലാരും എന്റെ ഫേവറേറ്റ്സ് ആണ്. എന്റെ ഇതുവരെ അഭിനയിച്ച എല്ലാരും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുണ്ടായവരാണ്. പിന്നെ അതിൽ പിന്നെയും പെട്ടെന്ന് ഈ മറ്റേ ആക്ടിങ്ങിന്റെ കാര്യത്തിൽ കുറച്ചും കൂടി പാഷൻ പോലെ ഉണ്ടായത് സാന്ദ്രയാണ് ഉണ്ടായിട്ടുണ്ടായത്. സാന്ദ്ര പ്രകാശ് ഇപ്പൊ സീരിയൽ ആക്ട്രസ് ആണ്. അപ്പൊ ഓള് കുറച്ചൊരു പിന്നെ ആക്ടിങ്ങിനോട് ഭയങ്കര പാഷൻ ഉള്ള ഒരു കുട്ടിയാണ്. അപ്പൊ ഓള് അത്യാവശ്യം കുറച്ച് എഴുതുന്നതിന്. പക്ഷെ മാനസിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. എനിക്ക് ഈ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം, മനസ്സ് ഇങ്ങനെ ചെയ്യോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യോ പറയണ്ടേ. ഞാനിപ്പോ എന്തെങ്കിലും ഒരു സംഭവം കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും അത്. ബാക്കിയുള്ളവർക്ക് ഞങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ പറയണം കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കണം. മനസ്സിലാക്കാൻ സാധനം ആവശ്യമില്ല ആക്ച്വലി. അതിപ്പം ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ടായിരിക്കും. കോ ആക്ട്രസ് അങ്ങനെയൊക്കെയാണ്. പിന്നെ ഓരോ കാറ്റഗറിയാണ്. നിനക്ക് ഡാൻസിന്റെ കാര്യത്തിൽ നോക്കുന്ന മണിക്കുട്ടി ഭയങ്കര കംഫർട്ടാണ്. നിനക്ക് ഭയങ്കര കംഫർട്ടാണ് മണിക്കുട്ടി ഭയങ്കര ഗ്രേസ്. പണ്ടേ ഓളൊന്നാമത് പ്രൊഫഷണൽ ഡാൻസർ ആണ്. പണ്ടേ അതെ, ക്ലാസിക്കലിലും പണ്ട് ചെറുപ്പത്തിൽ 2ാം ക്ലാസ് തൊട്ടേ ക്ലാസിക്കലിലും കളിക്കുന്ന കുട്ടിയാണ്. സോ ഡാൻസിന്റെ കാര്യത്തിൽ എനിക്ക് പക്ക വേറെ ഒരാളെ എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. ഓരോരാൾക്ക് ഓരോ കാറ്റഗറി പോലെ ഉണ്ട്. ഇന്നാൾക്ക് ഇന്ന ചെയ്യാൻ പറ്റും, ഇന്നാൾക്ക് ഇന്ന ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ എല്ലാരും അവരവരുടെ വേയിൽ എല്ലാരും അടിപൊളിയാണ്. നന്ദു, നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചെടുത്തതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റീൽ? രണ്ടാൾക്കും എന്തായാലും സെപ്പറേറ്റ് ആയിരിക്കും ഇഷ്ടമുണ്ടാകാൻ എനിക്ക് തോന്നുന്നത്. എനിക്ക് തന്മാത്ര. എനക്കും എനിക്ക് ഉണ്ടാവും കൊറേ മറ്റേ സദാനന്ദൻ അങ്ങനെ കൊറേ. എനിക്ക് പേഴ്സണലി തന്മാത്ര എനക്കും. കാരണം ഞങ്ങള് ഏതോ റീൽ എടുക്കാൻ നമ്മൾ ആക്ച്വലി പ്ലാൻ ചെയ്ത റീല് വേറെയാണ്. മഴയത്തെടുക്കാൻ പ്ലാൻ ചെയ്ത റീലാണ്. പക്ഷെ അന്ന് മഴ പെയ്തിട്ടില്ല. കഴിഞ്ഞ മഴക്കാലത്താണ്, കഴിഞ്ഞ ജൂണിന്റെ ആ ഒരു സമയത്താണ്. അപ്പൊ മഴ പെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഓൾറെഡി സൺലൈറ്റിനെ വിളിച്ചു ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തു. അപ്പം ആ ഷൂട്ട് മുടങ്ങിയപ്പോ നമ്മൾ എന്തെങ്കിലും ചെയ്യണം, എന്തായാലും നമ്മൾ രണ്ടാളും ഇന്നാ ദിവസം മാറ്റി വെച്ചില്ലേ. പെട്ടെന്ന് ഞാൻ മനസ്സിലായി നമുക്ക് എന്തെങ്കിലും ചെയ്യാനോട്ട് തപ്പി അപ്പൊ തന്നെ തന്മാത്ര ചെയ്യാന്ന് പറഞ്ഞു. എടുത്തു വെച്ചത് അതും അങ്ങനത്തെ ഒരു പടം. തന്മാത്ര വന്നിരുന്ന പടം ഹിറ്റുകളിൽ, മോഹൻലാലിന്റെ ഹിറ്റുകളിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു 10 സിനിമ 5 സിനിമകൾ എടുത്താൽ തന്നെ അതിൽ ഒന്ന് തന്മാത്രയാണ്. അതെടുത്ത് ചെയ്യുമ്പം ചെയ്യാം. ഞങ്ങളൊരു റിസ്ക് ഏറ്റെടുത്ത് ചെയ്ത ട്രോൾ ഉറപ്പാണ്, ചെയ്തിട്ടില്ലെങ്കിൽ കയ്യടി ഉറപ്പാണ്. അപ്പൊ എന്ത് സ്വീകരിക്കാൻ തയ്യാറായിട്ടാണ് നമ്മളത് ചെയ്തത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഒന്നും പറയില്ല, എന്നാലും എല്ലാരും ഏറ്റെടുത്തു. നല്ല റീച്ച്, നല്ല റീച്ച് 5 മില്യൺ ഉണ്ട്. അതൊക്കെ കുറച്ചുണ്ട്, അത്യാവശ്യം ഉണ്ട്. ഷെയർ 10K എബോവ് ഷെയർ ഉണ്ട്. 12K അടുത്ത് കമന്റ്സ് ഉണ്ട് ആ വീഡിയോക്ക്. സോ അതന്നെ ഭയങ്കര എന്ന് പറയേണ്ടത് നമ്മളെ സംബന്ധിച്ച് നോക്കിയാൽ പ്രൗഡാണ് ആ സാധനം. അത്രയും എല്ലാരും ഏറ്റെടുത്തു എന്ന് പറയുന്നത്. സോ എന്റെ ഫേവറേറ്റ് അതായിരുന്നു, മനസ്സിലായിരുന്നു.
Next. The life of Abhay. What do you think is special about her? ഇതന്നെ ഞാനിപ്പോ പറഞ്ഞ കാര്യം. അവള് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. ആക്ടിങ്ങിനോട് ഭയങ്കര പാഷൻ ഉണ്ട്. മനസ്സിൽ കുറെ എയിംസും അല്ലെങ്കിൽ കുറെ ഡ്രീം കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ എന്ത് പറഞ്ഞാലും പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് പഠിക്കാനോ അല്ലെങ്കിൽ അത് പൊലിപ്പിച്ചെടുക്കാനോ ഒരു കഴിവൊക്കെ ഉണ്ട്. സോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇതാണ് അത്. അഭിനയത്തിനോട് ഒരു പാഷനുള്ള ഒരാള് അതിലേക്ക് ഇങ്ങനെ ഇറങ്ങിച്ചെല്ലുക എന്ന് പറയുന്നത് അടിപൊളിയാണ്. സോ അതന്നെ. അമൃതാമോ, നിങ്ങളുടെ രണ്ടാളുടെയും ഡ്രീം എന്താ? ഐ തിങ്ക് മാനസിന്റെ ഡ്രീം സിനിമയാണെന്ന് തോന്നുന്നു. സിനിമ, അതെ. ഓൾവേസ് സിനിമ. ലൈക്ക് നല്ലൊരു ക്രൂവിന്റെ ഒന്നിച്ച് നല്ലൊരു അടിപൊളി പ്രോജക്റ്റ് ചെയ്യണം എന്നാണ് ആഗ്രഹം. അങ്ങനെ ഒരുപാട് സിനിമ ചെയ്യണം എന്നൊന്നുമില്ല, നല്ല നല്ല പ്രോജക്റ്റ് ചെയ്യണം എന്നല്ല ഭയങ്കര ആഗ്രഹമുണ്ട്. കിച്ചുവേട്ടനെ കണ്ടിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തോന്നിയ ഒരു ആഗ്രഹമല്ല. ഞാൻ ചെറുതിലേ കണ്ണാടി നോക്കി അഭിനയിക്കുന്ന ഒരാളാണ്. ഈ സിനിമ കണ്ടിട്ട് കുറെ ഡയലോഗ് ഞാൻ പഠിച്ചിട്ട് അങ്ങനെ കണ്ണാടി നോക്കും. അങ്ങനെ കണ്ടിട്ടാണ് എന്റെ അമ്മ എന്നെ ക്ലാസിക്കൽ പഠിപ്പിച്ചത്. പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല. അത് വേറെ ഇത് വേറെ. ഇത് ശരിക്കും മനസ്സിലായത് ഈ പറയുന്ന ടിക്ടോക്കും അതേപോലെ റീൽസ് എല്ലാം വന്നേ പിന്നെയാണ് നമ്മള് ഡാൻസ് കളിക്കുമ്പോൾ അഭിനയം വേറെ, ഇത് വേറെ എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കിയത് അങ്ങനെ. സിനിമയാണ് എന്റെ. എനിക്ക് ആക്ച്വലി പ്രത്യേകിച്ച് ഒരു ഡ്രീം ഇല്ല. ഞാനൊരു ഡ്രീം ബോയ് അല്ലെങ്കിൽ ആ സാധനം അല്ല. പണ്ടല്ല എനിക്ക് കുറെ ഡ്രീം ഉണ്ട്. എന്നെ ആക്ച്വലി അല്ല, കുറച്ചൊരു സാധനങ്ങളെല്ലാം എനിക്ക് സാധിപ്പിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ എനിക്കാനൊരു എയിം അല്ലെങ്കിൽ ഒരു ഡ്രീം എന്നുള്ളൊരു സാധനമില്ല. ഞാൻ ഇപ്പൊ ഇങ്ങനെ ഫ്ലോയിൽ ഇങ്ങനെ പോയെന്ന്. ഞാനിപ്പോ ഒരു കംഫർട്ട് സോണിലാന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഒരു കറന്റ് ലൈഫിൽ ഞാൻ ആക്ച്വലി ഹാപ്പിയാണ്. നല്ല ഹാപ്പി എന്ന് വെച്ചാൽ നല്ല ഹാപ്പിയാണ്. ഇങ്ങനെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ പ്രത്യേകിച്ച് ഡ്രീം എന്നുള്ള സാധനമില്ല. അമ്മ ഇവിടെ നെറ്റ് നോക്കണം, എന്ത് വേണം പണ്ട് അവിടെയല്ല. അമ്മയുടെ കാണാനില്ല. ഇതന്നെയാണ്. അതെ. അപ്പൊ okay, bye. ഇങ്ങോട്ട് പോയിക്കോട്ടെ. ഇതാ അമ്മ ഇന്ന് ഭയങ്കര സന്തോഷത്തില് ഭയങ്കര ടയേർഡ് ആയിട്ടായിരുന്നു. ഈ സമയത്ത് പ്രൗഡ് മൊമെന്റിലായില്ലേ നമ്മളല്ലേ? എല്ലാരും അടിപൊളിയാ പറഞ്ഞേ നമ്മളെ ഡാൻസിനെ പറ്റിട്ട്. അപ്പൊ നൃത്യതി നാട്യകല അക്കാദമിന്റെ നെടുത്തൂണാണ് ഇത്. നെടുത്തൂൺ പോയിട്ട് ഇത് വന്നിട്ടല്ലേ നമ്മളത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ്. നിങ്ങൾ കസിൻസ് ആണോ? നിങ്ങൾ കമ്മിറ്റഡ് ആണോ? എന്താ വിശേഷം? നിങ്ങൾ തമ്മിൽ ലവ് ആണോ? അതെല്ലാം ഞങ്ങൾ സ്കിപ്പ് ചെയ്തേ. കസിൻസ് അല്ല. മാനസിക്ക് ജോബ് ഉണ്ടോ? മാനസിക്ക് ജോബ് ഉണ്ട്. ഞാൻ കോഴിക്കോട് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ ഒരു അഡ്വർടൈസ്മെന്റ് കമ്പനിയിലെ പ്രൊജക്ട് കോർഡിനേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതാണ് ജോബ്. രണ്ടാമത്തെ ജോബ് ഉണ്ടോ? മാനസിക ജോബ് ഉണ്ടോ? മാനസികല്ലേ? മാനസിന്റെ ഫാമിലി, എന്റെ ഫാമിലി അച്ഛൻ, അമ്മ, അനിയൻ, അമ്മ, അങ്ങനെയാണ് എന്റെ ഫാമിലി പോകുന്നത്. എന്നെ അറിയുന്നവർക്ക് അറിയായിരിക്കും. ഈ കഴിഞ്ഞ നവംബറിലാണ് അച്ഛൻ മരിച്ചത്. അപ്പം അച്ഛൻ എല്ലാരും കൂടിയിട്ടുള്ള ഒരു ഫാമിലിയാണ് ഞങ്ങൾ ഉണ്ടായത്. ഇപ്പം കറന്റ് അച്ഛൻ ഗൾഫിലാണ്, അനിയൻ സ്കൂളിൽ പഠിക്കുന്നു, അമ്മ ഡാൻസ് ടീച്ചർ, അമ്മമ്മ ഞങ്ങൾ ഒന്നിച്ചുണ്ട്. അതാണ് എന്റെ ഫാമിലി. ആക്ച്വലി നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെ നിങ്ങളോട് കല്യാണം കഴിച്ചൂടെ ചോദിച്ചാലോ? എന്താക്കും? എന്റെ അമ്മയ്ക്കും മാനസിന്റെ അമ്മക്കും ഈ സാധനം ഡെയിലി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കൊറേ പേര് ചോദിക്കും. കൊറേ അവരെ കാണുന്നവരിലും ചോദിക്കല്, നിങ്ങൾ എന്താ കല്യാണം കഴിപ്പിച്ചെടുക്കാത്ത പിള്ളേരാണ്. മാനസിന്റെ അമ്മയോട് ചോദിക്കുന്നത് തന്നെ, എന്റെ അമ്മനെ കാണുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് തന്നെ. എന്നിട്ട് അവരെന്താക്കും? എന്റെ അമ്മയാണെങ്കിൽ കിച്ചുവേട്ടനെ കാണുമ്പോ പറയും അവരെന്നോട് കിച്ചുവേട്ടന്റെ അമ്മയാണെങ്കിൽ എന്നോട് പറയും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ചിരിച്ചിട്ട് തള്ളും. എന്താ പറയട്ടോ ഒന്നും പറയില്ല. നമ്മളിങ്ങനെ വിടും. നിങ്ങൾ രണ്ടുപേരും ചെയ്ത റീൽസ് വീണ്ടും വീണ്ടും എടുത്ത് നോക്കുന്ന റീൽ ഫേവറേറ്റ് എനിക്ക് തന്മാത്ര. പക്ഷെ ഞാൻ എടുത്തെടുത്ത് നോക്കുന്ന റീൽസ് ഒന്ന് നമ്മളെ മുമ്പേ ഷിബിയുടെ അടുത്ത് മറ്റേ അമ്പലത്തിലെ റീല്, ഞാൻ അത് ഇടക്കിടക്ക് കാണുന്നത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. വരുന്നുണ്ട് ഒന്ന് അത്. പിന്നെ ഞാൻ എടുത്തു നോക്കുന്നത് ഇതിന്റെ ഇടക്ക് ഞാൻ ഏതോ നോക്കണത് അപ്പൊ മറ്റേ ഏതൊരു റീല് നമ്മളത് ഞാൻ നിങ്ങൾ എടുത്ത് നോക്കലുണ്ട്, ഇടക്കിടക്ക് നോക്കുന്നത്. അത് പോയി. എന്റെ പറഞ്ഞു എന്റേത് തന്മാത്ര. പിന്നെ പണ്ട് ചെയ്ത റീലല്ല കാണുമ്പോ തിരി വരിക. പണ്ട് ഞാൻ ഇങ്ങനെയല്ലേ ഉണ്ടായ. ഇത് നമ്മൾ അത് പറയുമ്പോ ഓർമ്മ വന്നേ മറ്റേ രാവിലെ നിന്റെ നമ്മള് മറ്റേ ടൊവിനോന്റെ മറ്റേ പെട്ടെന്ന് എടുത്തതാ. അതും എന്റെ ഫേവറേറ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ റീല് ഞാൻ കണ്ടോണ്ടിരിക്കലുണ്ട്. പിന്നെ
ഈ റീലുണ്ട്. പിന്നെ പ്രണയം പ്രണയം ഇപ്പൊ എല്ലാവർക്കും പ്രണയം ഇഷ്ടപ്പെട്ട ഇപ്പോഴും റീലാണ്. കാണലുണ്ട്. നമ്മൾ അമ്പലത്തിൽ നിന്ന് ചെയ്ത റീല വിഡോ ആയൊരു പെണ്ണിനെ സ്വീകരിച്ച സാധനം ഭയങ്കര ഫേവറേറ്റ് ആണ്. നെക്സ്റ്റ് അടുത്തത് അബൌട്ട് മാനേജ് ഫ്യൂച്ചർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഗുരുവായൂരിൽ നിന്ന് റീൽ എടുക്കുന്നില്ലേ? ആഗ്രഹം ഉണ്ടായിരുന്നു, നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ ഗുരുവായൂർ പ്ലാൻ ചെയ്തിരുന്നല്ല, ഇത് ഓർമ്മയില്ലാത്തോണ്ടാണ് പ്ലാൻ ചെയ്തത്. ഗുരുവായൂർ ആക്ച്വലി ഇപ്പൊ റീലുകളൊന്നും അനുവദിക്കുന്നില്ല. കുറെ കേസസും കാര്യങ്ങളിലും ഉണ്ടായിരുന്നു. ഇപ്പൊ ഹൈക്കോടതി ഉത്തരവാണത്. കല്യാണം കഴിഞ്ഞവർക്കല്ലാതെ, അല്ലെങ്കിൽ മീൻസ് അവിടുന്ന് അന്ന് കല്യാണം കഴിഞ്ഞവർക്കല്ലാതെ വേറെ ഒരു റീലുകളും അവിടെ അലൗഡ് അല്ല. സോ നമ്മൾ ഒരു റീലും എടുത്തിട്ടില്ല. ആക്ച്വലി റീല് അലൗഡ് ആണോന്ന് അറിയില്ല. ഫോട്ടോസ് കാര്യങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ട് അന്ന്. റീല് പിന്നെ ഈ ആൽബംസ് ആ ഒരു സംഭവത്തിന് മാത്രം റീൽ എടുക്കാൻ പെർമിഷൻ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നിനും ഈ ഡാൻസിന്റെ പിള്ളേർക്ക് വരെ റീൽ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല. അമ്പലം ഫ്രെയിം കവർ ചെയ്യാൻ പാടില്ല. അറിയാലോ കൊറേ കേസസ് എല്ലാം വന്നതുകൊണ്ട് നമുക്ക് ആ ഒരു പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മാക്സിമം ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അതെന്തായാലും ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യും. അങ്ങനെ ബിഗ് ഫാൻ ഓഫ് ബിഗ് ഫാൻ ഓഫ് യു. ആ വാവച്ചിന്റെ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഓള് അത്യാവശ്യം എഴുതും, പിന്നെ ഇതുപോലെ ഓള് ഡാൻസ് ചെയ്യും, എല്ലാം അത്യാവശ്യം ടാലന്റിലും ഒക്കെയാണ്. ഇപ്പൊ പിന്നെ എഴുതും. ഇപ്പൊ അതേ ഇൻസ്റ്റയിലൊക്കെ കുറച്ചും കൂടി ആക്റ്റീവ് ആവുന്നുണ്ട്. ഇനിയും ആക്റ്റീവ് ആവട്ടെ. രണ്ടുപേരുടെയും ഏജ് എന്റെ 23. 29. അതെല്ലാം പോട്ടെ. സന്തോഷമായിരിക്കും. ഞാൻ എന്നും മറ്റുള്ളവർ പ്രവർത്തിക്കും. താങ്ക് യു സോ മച്ച്. ഭയങ്കര സന്തോഷം. നമ്മളെ പറ്റി ഒന്നും അറിയാത്തല്ല ഇങ്ങനെ പറയുമ്പോ സന്തോഷം, സങ്കടം. വെള്ളത്തിര മൂവിയിലെ സീൻ കണ്ടായിരുന്നു. അപ്പം ഇതൊരാഗ്രഹം. ആ സിനിമയിലെ ഹൃദയസഖി സോങ്ങിൽ മാനസികമായിട്ടൊരു വീഡിയോ ചെയ്യുമോ? ആക്ച്വലി ഹൃദയസഖി ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു സോങ് ആണ്. അത് ചെയ്ത് അത്രത്തോളം വിജയിക്കും ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല. ബട്ട് പിന്നെ നമ്മളൊരു പ്രശ്നമല്ല. നമ്മളൊരു ഇതെന്ന് വെച്ചാൽ നമ്മൾ ഒരു സിനിമയിൽ നിന്ന് ഒന്ന് ചെയ്താൽ വേറെ ചെയ്യാൻ നമുക്ക് ഭയങ്കര മടിയാണ്. നമ്മൾ ചെയ്തിട്ടുള്ളത് മീശമാധവനാണ്. മീശമാധവനിൽ പിന്നെ അത്രയും നല്ല സീൻസുകൾ കുറേ ഉണ്ട്. ഇനിയും മീശമാധവനിൽ ചെയ്യാൻ പറ്റിയ സീൻസ് ഒരുപാടുണ്ട്. പക്ഷെ ബാക്കിയുള്ള സിനിമകളെല്ലാം നമ്മൾ ഒരു പോർഷനിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്ന് ചെയ്യുന്നത് നമുക്ക് കുറവാണ്. അതുകൊണ്ട് ചിലപ്പോ ചെയ്യേണ്ട നിങ്ങൾ ലവർ ആണോ എന്ന ക്വസ്റ്റ്യൻ വേണ്ടെന്ന് പറയുന്ന കണ്ടു. ബട്ട് എന്തായാലും അതിന് ആൻസർ പറ. ആരിഫ ഫവാസ്. എന്താ ആരിഫേ? ആക്ച്വലി ലവർ അല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമായി. ഇത് ലവറിന്റെ വിഷയം മാത്രല്ല, കൊറേ ആൾക്കാർ നമ്മൾ കല്യാണം കഴിഞ്ഞു എന്നാണ്. ആഗ്രഹമുണ്ട്. അപ്പൊ ഇവര് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലേ? ഇങ്ങനെ കമന്റ്സ് കാണുമ്പോ കമന്റിൽ തന്നെ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. നമ്മളെ യൂട്യൂബ് കമന്റ്സ് ശരിക്കും വായിച്ചു നോക്കോട്ടെ. അതിന് ഈ വീഡിയോ കാണുന്ന 2 വീഡിയോ മുമ്പ് പോയി താഴേക്ക് നോക്കിക്കോ. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു കാര്യം എന്തൊക്കെ പിടികിട്ടും. മനസ്സിൽ ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? അതേപോലെ തിരിച്ചും എന്തെങ്കിലും ഉണ്ടോ? മനസ്സിൽ ഇഷ്ടമല്ലാത്തത് ഇഷ്ടമല്ലാത്തൊന്നുമില്ല. മറ്റേ ഇത് ബ്ലാബ്ലാ സാധനമുണ്ട്. അത് ഇഷ്ടമല്ലാത്തൊന്നുമല്ല, സുഖമില്ലാത്ത. അതുകൊണ്ട് അല്ല ഇല്ല, ഭയങ്കര കംഫർട്ട് സോണിലുള്ളവരോടെ ഞാൻ ബ്ലാ 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 അടിക്കുള്ളൂ. ഞാൻ ഉദ്ദേശിച്ച ബ്ലാബ്ലാ അതല്ല, അക്ഷരസ്ഫുടത. ആ സാധനം ഇല്ല ഇവക്ക്. ഭയങ്കര ഇങ്ങനെ കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു വേർഡ് വരുമ്പോൾ മനസ്സിലുള്ള ആ സാധനവും കുറെ ടേക്ക് എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ അതിങ്ങനെ അതിന് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. അതാ നമ്മൾ അത് ഇഷ്ടപ്പെടാത്തതിൽ വരുന്നൊന്നല്ല, വേറെ ഒന്നും അങ്ങനെ ഇഷ്ടപ്പെടാത്തൊന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെടാത്തതും തോന്നി പെട്ടെന്ന് ദേഷ്യം വരും. എന്താ വെച്ചാൽ ഇങ്ങനെ ആദ്യം എനിക്കുണ്ടായി എന്നോട് ദേഷ്യം പിടിച്ചാലുണ്ടല്ലോ ഞാൻ നിന്ന നിർപ്പിൽ കരയും. അപ്പൊ എനിക്ക് കരയാൻ വേണ്ടി പറ്റൂലല്ലോ. അപ്പൊ ഞാനിങ്ങനെ ദേഷ്യം പിടിക്കലേ മനസ്സിൽ നീ എന്നെ, എനിക്ക് അങ്ങനെയുണ്ട്. ഓപ്പോസിറ്റുള്ള ആളെ നമ്മൾ മടുപ്പിക്കാൻ വേണ്ടി പാടില്ലല്ലോ. അപ്പൊ ദേഷ്യം പിടിക്കലേ എന്ന് വെച്ചിട്ട്. പക്ഷെ ബാക്കിയുള്ളവരോടെല്ലാം പെട്ടെന്ന് ദേഷ്യം പിടിക്കേ. എനിക്ക് ഇങ്ങനെ പേടിയോ എന്നോട് പിടിക്കുമല്ലോ. ഏതോ ഒരു പ്രാവശ്യം പിടിച്ചേക്കും, ഓർമ്മയില്ല. ഏടുന്ന ഓർമ്മയില്ല. ഗുരുവായൂർ എന്താണ് പറഞ്ഞല്ലോ. എന്റത് പിന്നെ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്ക്. കറന്റ് ഫേവറേറ്റ് ബാലൻ. കണ്ടിട്ടില്ലല്ലോ? 2 പ്രാവശ്യം കണ്ടേ. ബാലൻ ക്ലാസിക്. നൈസ് മൂവി. വുഡ് ബി ആണോ?
കിച്ചുവേട്ടന്റെയും മനസ്സിന്റെ ഫാമിലിയിൽ ആയിരിക്കണം. മനസ്സിന് ഓൾറെഡി പറഞ്ഞല്ലോ, എന്റെ വീട്ടില് അനിയനുണ്ട്, അനിയത്തിയുണ്ട്, അമ്മയുണ്ട്. അനിയത്തിന്റെ കല്യാണം കഴിഞ്ഞു. അപ്പൊ അനിയനും ഞാനും അമ്മയും വരുന്നുണ്ട്. മാനസി ചേച്ചിനെ ഫസ്റ്റ് കണ്ടപ്പോ എന്താണ് തോന്നിയത് അതുപോലെ തിരിച്ചും രണ്ടാളും ഹാപ്പി ആയിരിക്കും, അതായിരിക്കും. മാനസിനെ ഞാൻ ഫസ്റ്റ് കാണുന്നത് ഞാനൊരു ഷോർട്ട് ഫിലിം സൺലാഡൻ ചെയ്തൊരു ഷോർട്ട് ഫിലിമില് നായിക ആയിട്ടില്ല. അപ്പൊ പറഞ്ഞ സൺലാഡനോട് നമുക്കൊരു കാസ്റ്റിംഗ് കോൾ വെക്കാം, നീ സ്റ്റോറി എഴുതുന്നിട്ട് ഞാൻ സ്റ്റോറി ഇട്ടു. അപ്പൊ ആ കാസ്റ്റിംഗ് കോളില് വന്ന ഒരാളാണ് മനസ്സിന്റെ വീഡിയോ ഇപ്പൊ ഞാൻ ഇടക്കിടക്ക്, ഇപ്പല്ല ആ സമയത്ത് മാനസികമായിട്ട് പിന്നെ വീഡിയോകൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ എടുത്ത് കാണും. ഉണ്ടല്ലോ എന്തിനാ ഇങ്ങനെ കളിയാക്കുന്നില്ല. ഉണ്ട് പറയും ഇത് മറ്റേ വെള്ളം മേടിച്ചു വന്നോള്, ഒരു വെള്ളം വെള്ളക്കുപ്പായ ഒരു കെട്ടല്ലുള്ളതയുടെ അല്ല, ഇവിടെ ഒരു കെട്ട് കണക്കത്തെ എന്തോ രണ്ട് ഞേരുന്ന സാധനം അത് ഉണ്ട്. നിങ്ങൾ വന്ന അന്നത്തെ എന്റെ വീട്ടിൽ വന്നതോ അതെ, അന്നത്തെ ദിവസം ഞാൻ വൈറ്റ് ആ ഒരു വൈറ്റ് മുടിയെല്ലാം ഭയങ്കര പഫ് എന്തൊക്കെ അടിക്കുന്നത് വീടിന് എടുത്തിട്ട്. ഇല്ല ഇങ്ങനെ വെറുതെ ഇട്ടത്. അതെയാ, ആ സമയത്ത് നിന്റെ ഒരു ലുക്ക് അങ്ങനെയാന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ കാസ്റ്റിംഗ് കോളിൽ ഇവളിങ്ങനെ അയച്ചു തന്ന കുട്ടികളെ കുറെ കുട്ടികൾ അയച്ചിട്ടുണ്ടായിന്. അപ്പൊ അതിൽ ഇവള് കുറച്ചും കൂടി ആക്റ്റീവ് ആയിട്ടാ സംസാരിച്ചത്. കുറച്ചൊരു അതിൽ ആക്ച്വലി നമുക്ക് വേണ്ടതും അങ്ങനെ ഒരു നായികയായിരുന്നു, ഒരു കുരുത്തക്കെടുള്ള ഒരു നായിക. അപ്പം അങ്ങനെ വെച്ച് നോക്കിയപ്പോ മനസ്സി സെലക്ടഡ്. സല്ലടനോട് ചോദിച്ചു കുട്ടി എങ്ങനെയുണ്ട് ചോദിച്ചു. ഓക്കെ, കുട്ടി പ്രശ്നമില്ല. അപ്പൊ അവൾ അക്കൗണ്ട് കയറി നോക്കിയപ്പോഴത്തേക്ക് പണ്ടത്തെ ഇഷ്ടംപോലെ വീഡിയോസിൽ കാണുന്നുണ്ട്. അങ്ങനെ കാണാം. അപ്പൊ ഇവിടെ അപ്പോൾ ഇങ്ങനെയല്ലേ കുറച്ച് മെലിഞ്ഞ് അത്യാവശ്യം കുറച്ച് നല്ലോണം സ്കെൽട്ടായിട്ടുണ്ടായി. അപ്പൊ സെലക്ട് ആക്കി. അങ്ങനെ ഞാൻ ഫസ്റ്റ് മനസ്സിനെ കാണുന്നത്. ഫസ്റ്റ് ഷൂട്ടിന് വന്നു കണ്ടു. ഞാനിങ്ങനെ പയ്യന്നൂര് പോകുന്ന സമയത്ത് റാൻഡംലി ഇങ്ങനെ അവിടെ ഇവിടെ വെച്ച് സ്കൂട്ടറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നല്ലേ ഞാൻ കാണുന്നത്. മറ്റേ ആ വൈറ്റ് ഹൈനെക്കില്ല അതിട്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ ഫ്രണ്ട്സിനൊന്നിച്ച് ഇങ്ങനെ പയ്യന്നൂർ മാളിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് കിച്ചോറിന് ഇങ്ങനെ വരാം അപ്പൂസിന്റെ കൂടെ. ഞാനിങ്ങനെ കണ്ട് ഞാൻ ഹനുമാൻ കിച്ചു കിച്ചോറിനോട് ഇന്നലെ മുന്നേ അന്നത്തെ ഞാൻ ഇതുവരെ ഉണ്ട്. അന്നത്തെ ദിവസം ഞാൻ ഫോളോ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ കാണുന്ന ഡെയിലി സ്റ്റോറിയാണ്. കാരണം ഈ മടുത്ത് ഡെയിലി സ്റ്റോറി കണ്ടിട്ട് ഇനി ഇന്ന് അൺഫോളോ ചെയ്യുന്നുണ്ട് നിക്കുമ്പോണ്ട് ഒരു കാപ്പിംഗ് കോള് ഫൈൻ അൺഫോളോ ഇപ്പൊ ഇങ്ങനെ അന്ന് അൺഫോളോ ചെയ്തിട്ടും പോയി. മാനസി ചേച്ചിക്ക് കുറച്ച് ജാടയുണ്ടോ ഒരു ഡൗട്ട്. അത് ഞാനാ പറയേണ്ടത്. ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ എനിക്ക് പേഴ്സണലി ഒരുപാട് വന്നിട്ടുണ്ട്. എന്റെ ഇൻസ്റ്റയിൽ എനിക്ക് ഭയങ്കരമായിട്ടുണ്ട് മനസ്സിൽ കുറച്ച് ജാടയിലെ കൂട്ടത്തിലല്ലേ എന്നെല്ലാം പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോ ഓളോട് ചോദിക്കുന്നവനെ പറ്റില്ലെങ്കിൽ എന്നോട് തന്നെ കുറെ ആൾക്കാർ ചോദിക്കലുണ്ട്, നിങ്ങൾ ഈ ജാട എന്നുള്ള സാധനം ഉദ്ദേശിക്കുന്നത് എന്ത് കൊണ്ടെന്നുള്ളത് ആദ്യം ജസ്റ്റ് നിങ്ങളൊന്ന് തിങ്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ആവശ്യം നടക്കാതിരിക്കുമ്പോഴാണ് മറ്റുള്ള നമുക്ക് ജാടയിൽ തോന്നുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെറുതെ ആലോചിച്ച് നോക്ക്. നമ്മുടെ ഒരു ആവശ്യം നടക്കാതിരിക്കുമ്പോഴാണ് അവര് ജാടയാന്ന് നമുക്ക് തോന്നുക. നമ്മ ചിരിച്ചു, അവര് ചിരിച്ചിട്ടില്ല. ആവശ്യം ആയിരുന്നാ നമ്മളതാ അല്ലെ? നമ്മയാണല്ലോ ചിരിക്കുന്നത്, അപ്പൊ അവര് തിരിച്ച് ചിരിക്കണം. ചിരിച്ചിട്ടില്ലെങ്കിൽ അവര് ജാട. നമ്മള് മിണ്ടുന്നു, അവര് തിരിച്ചു മിണ്ടിട്ടില്ല. നമ്മള് ചിരിച്ചു, അവര് നമ്മളോട് ചിരിച്ചിട്ടില്ല. അവർക്ക് അറിയാലോ അവരെ നമുക്കറിയാന്ന്. അതെ എന്നോട് ചിരിക്കുന്നവരോടെല്ലാം ഞാൻ തിരിച്ച് 32 പോലെ കണ്ടു ചിരിക്കും. കൈ വന്നാലും വന്നിട്ട് സംസാരിക്കും എല്ലാം ഞാൻ ചെയ്യലുണ്ട്. പക്ഷെ പിന്നെ നോക്കിട്ട് പോകുന്നവരോടൊന്നും എനിക്ക് ചിരിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. നമ്മ അങ്ങോട്ടേക്ക് ഞാൻ പിന്നെ അങ്ങോട്ടേക്ക് ഒരു ചിരിക്കലുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. പിന്നെ അല്ലെങ്കിലും ഇപ്പൊ അങ്ങനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞ ചിലപ്പോ നമുക്ക് കണ്ടിട്ടുണ്ടാവില്ല. നമ്മുടെ മൈൻഡ് ചിലപ്പോ ഒന്ന് നോക്കി ചിരിച്ചു വരും. കാണുന്നവർക്കെല്ലാം എല്ലാരും പറയണം. ഞാൻ 12th വരെ പഠിച്ച സ്കൂളില്, ഞാൻ 12th സ്കൂൾ മാറുന്നത്. അപ്പൊ അവിടുന്ന് എല്ലാരും പറഞ്ഞു ഭയങ്കര ജാടയാണ്, എന്റെ പുരികം ഭയങ്കര ഷാർപ്പ് പുരിക. അപ്പൊ എല്ലാരും ഞാനിങ്ങനെ സംസാരിക്കുമ്പോ പുരികയിൽ ഇങ്ങനെ പോകും. അപ്പൊ അവരെല്ലാം വിചാരം എനിക്ക് ഭയങ്കര അഹങ്കാരം. പിന്നെ സംസാരിച്ച ഇത്രയും പട്ടത്തിൽ വേറെ ഇല്ല പറയും. നമ്മൾ ഒരാളെ സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാളെ കാണുമ്പോ അങ്ങനെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി പാടില്ല. അവരെന്താന്ന് ഏതാന്ന് നമുക്ക് അറിയില്ലല്ലോ. ജാട ഉണ്ടോ? ഇല്ല, എന്റെ ജാടില്ലായിട്ട് തോന്നിയില്ല. ശരി. നെക്സ്റ്റ് റീലിന്റെ പ്രശ്നം ഇതാണ്, മനസ്സിപ്പോ വർക്ക് ചെയ്യുന്നത് കോഴിക്കോടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല, ഞാനും മനസ്സിപ്പെടുന്ന റീലുകൾ ഭയങ്കര കുറവാണ്. വീക്കിലി വൺസ് എന്നെല്ലാം പറഞ്ഞ രീതിയിലാണ് വരുന്നത്. ഞാൻ സാറ്റർഡേ നാട്ടില് വരും. ചിലപ്പോ അന്നത്തെ ദിവസം ഞാൻ ഒഴിവുണ്ടാവില്ല, നമ്മ രണ്ടാളും ഒഴിവില്ല ദിവസം സല്ലറിന് ഒഴിവുണ്ടാവില്ല, അല്ലെങ്കിൽ ആദർശം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ഇതിൽ പോകുന്നോണ്ടാണ് നമ്മ. എന്നാലും നമ്മ എങ്ങനെയല്ലോ ഒപ്പിച്ച് 3 എടുത്തിട്ട് ആ ഒരാഴ്ച നമ്മള് ഫില്ല് ചെയ്യും. അതെ. ഏട്ടാ വേറെന്ത് വർക്ക് ചെയ്യുന്നേ? വീഡിയോ മാത്രല്ലല്ലോ. ഫേവറേറ്റ് ടീച്ചറിനെ ഓർമ്മയുണ്ടോ?
ഞാൻ വേറെ ഇപ്പൊ ആക്ച്വലി ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ എക്സ്റേ ടെക്നീഷ്യൻ ആയിരുന്നു. റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ ഈ ഡിജിറ്റൽ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. ഇപ്പൊ ഞാനിപ്പോ ഒരു ക്രിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ തെയ്യം സൈഡായിട്ട് എന്റെ കുലത്തൊഴിലായിട്ടുണ്ട്. ഫേവറേറ്റ് ടീച്ചർ ഓർമ്മ വരാൻ വേണ്ടി എന്ന് പറയാൻ വേണ്ടി എനിക്ക് എന്നെ ലാസ്റ്റ് പഠിപ്പിച്ചെല്ലാം വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ പ്ലസ് ടുവിൽ എനിക്ക് അജിത ടീച്ചറെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ എന്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ടീച്ചറാണ്. പിന്നെ സെക്കൻഡ് ടീച്ചർ രാധാമണി ടീച്ചർ, ചന്ദ്രമാഷി, ഇതെല്ലാം എന്റെ ഫേവറേറ്റ്. ഫ്യൂച്ചർ നിങ്ങളുടെ കുട്ടികളോട് ഈ ഒരു ഫീൽഡിൽ എത്തിയതിനെ പറ്റി എങ്ങനെ രണ്ടുപേരും പറഞ്ഞു കൊടുക്കുക? ഹോപ്പ് ബിലീവറെ, നിന്റെ അക്കൗണ്ട് പേരെനക്ക് അറിയെങ്കിലുണ്ട്. ഞാൻ നിന്റെ അക്കൗണ്ട് അമ്മക്കൊരു ഇത് പേരുണ്ടായിനെ അനുഭവിച്ചു എന്നാണ് പേര്. അങ്ങനെ പറഞ്ഞോട്ടെ. അങ്ങനെ പറഞ്ഞെടുക്കാം. അമ്മക്കൊരു പണ്ട് ഇൻസ്റ്റാഗ്രാമില് ഭയങ്കര വീഡിയോസ് എല്ലാം ചെയ്യുന്ന ആളായിരുന്നു. അപ്പൊ അനുഭവിച്ചു എന്നാണ് ആ മാമന്റെ പേര്. അങ്ങനെ പറഞ്ഞെടുക്കാം. ഓ നീ വേറെ ആർക്കായിരുന്നു കിട്ടിയതെങ്കിൽ അപ്പൊ ഞാനും പറയും മോളെ ഇതാണ്. അപ്പം മനസ്സി സിനിമയിൽ എത്തിയിട്ടുണ്ടാവും. മോളെ ഇപ്പത്തെ ഒരു എയിമെല്ലാം വെച്ച് നോക്കിയാൽ സിനിമ നടി ആയിരിക്കും. അപ്പൊ ഞാനിങ്ങനെ പറയും, ചിലപ്പോ എന്റെ ഭാര്യയുടെ മുമ്പിന്നായിരിക്കും ഞാൻ പറയുന്നത് ഇങ്ങനെ, ഇതാണ് കേട്ടോ മാനസി ആന്റി പണ്ട് അച്ഛനെയും മാനസിന്റെ പറ്റി എല്ലാരും ഇങ്ങനെ പണ്ടേ പറഞ്ഞോണ്ടായിരുന്നു കേട്ടാ. പിള്ളേന്ന് പറയും അച്ഛൻ ആ ചേച്ചിന് വന്ന് കെട്ടിയാ മതി. ഓക്കെ, ഇതെല്ലാം ഭയങ്കര പണിയായിട്ട് എടുക്കുന്ന കുറെ ടേക്ക് എടുത്ത റീക്രിയേഷൻ വീഡിയോ ഏതാണ്? ഒന്ന് നമ്മൾ മറ്റേ പറക്കും തെളിക ഇവള് വെള്ളത്തിൽ വീഴുന്ന ഇത് ഒരുപാട് ടേക്ക് എടുത്തിട്ട് മാനസി അത് ഇതുണ്ടായിട്ടാ എന്നാ എനിക്ക് വെള്ളം പേടിയാണ്. അപ്പൊ അതിന് ശരിക്കും ഒറിജിനൽ വെള്ളത്തിലേക്ക് വീണതാണ്, കുളത്തിലേക്ക്. കുളത്തിന്റെ അതായത് വെള്ളത്തിന്റെ അടിയിൽ അപ്പൂസും കുറെ ആൾക്കാര് നിക്കാല്ലേ ഞാൻ വീണെങ്കിൽ പിടിക്കാൻ വേണ്ടിട്ട്. കാരണം മൂക്കില് വെള്ളം കയറിയെങ്കിൽ ഒന്നും തിരിയില്ല. അത് 2-3 ടേക്ക് എടുത്തു. 2-3 ടേക്ക് ഒന്നല്ല, കാരണം ഇവിടെ വീഴുന്നില്ല. റെഡി ആയിട്ട് പറഞ്ഞു ഇവള് പേടിച്ചിട്ട് ആടുന്ന് സൈഡിന്ന് ഷിബിയേട്ടൻ അയില്ലേന്ന് ചോദിച്ചാലും ഇവളിങ്ങനെ വീഴാൻ വേണ്ടി ഇവള് വീണിട്ട. പക്ഷെ വീണത് ഒറ്റ ടേക്കില്ല, ഒറ്റ ടേക്കിൽ റെഡിയാണ്. ആ ഒറ്റ ടേക്ക് കിട്ടാനാണ് പാടുണ്ടായത്. ഒരുപാട് അത് ഇങ്ങനൊരു സാധനം വരുന്നുണ്ടായില്ല. പിന്നെ ആ ഒരു ഇൻസ്പിറേഷനിലാണ് ഞാൻ നീന്തൽ പോയി പഠിച്ച്. അപ്പൊ അതാണ്. പിന്നെ അങ്ങനെ വലിയ ടേക്ക് എടുക്കേണ്ടി വന്നിട്ട് അധികം. പിന്നെ അവൻ മിഥുനം കുറച്ച് അത് കിട്ടിയിട്ടില്ല. ഡയലോഗാണ്. അപ്പൊ നമ്മള് പഠിച്ച് നമ്മള് പെട്ടെന്ന് പ്രസന്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നോണ്ട് വലിയ ടേക്കൊന്നും വരലില്ല അങ്ങനെ. നാളെ നല്ലൊരു നിലയിൽ എത്തുമ്പോൾ ഐ മീൻ ആക്ടിംഗ് ഫീൽഡിൽ കയറി ലൈഫ് സെറ്റ് ആകുമ്പോൾ ഫസ്റ്റ് നടത്താൻ പോകുന്ന കാര്യം. ലൈഫ് സെറ്റ് ആകുമ്പോ അത് മനസ്സിനോടായിരുന്നു. പാരന്റ്സിന് കൊറേ കടവും കാര്യങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ. വീടെടുത്ത് തന്നെ കടവും അതെല്ലാം തീർത്തു കൊടുക്കും. കാരണം അത് ലൈഫ് ലോങ് മുന്നോട്ട് പറയും. അച്ഛനമ്മക്കെല്ലാം പ്രായമാവാൻ തുടങ്ങിയില്ലേ. അപ്പൊ നമ്മള് നോക്കാം. അർച്ചന, മാനസി ചേച്ചി എത്ര വരെ പഠിച്ചു? ഞാൻ ഡിഗ്രി BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ് പഠിച്ചത്. അതിന് ശേഷം 1 ഇയർ ഈ ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ പോയി. പിന്നെ നേരെ ജോബ് എടുക്കുക. ഹോബിലിവർ വീണ്ടും മാനസിയുടെ ക്യാരക്ടർ കിച്ചണ് ഇഷ്ടമല്ലാത്തൊരു കാര്യം ഓൾറെഡി പറഞ്ഞു. പൊന്നു അച്ചു മാനസി എന്ത് ജോബാണ് ചെയ്യുന്നത് അത് പറഞ്ഞു. കിച്ചണ് തെയ്യം കലാകാരന് സല്യൂട്ട്. താങ്ക് യു. അനുരാജ് കുന്നുമ്മൽ, ഹായ് ഹായ്. നിങ്ങൾ രണ്ടുപേരും റീൽ ചെയ്യാൻ കിച്ചുവേട്ടൻ എവിടെ നിന്നാണ് മാനസി ചേച്ചിയെ പരിചയപ്പെട്ടത്? പറഞ്ഞല്ലോ ഓൾറെഡി. മാനസിയുടെ ഒന്നിച്ച് ഫസ്റ്റ് റീൽ ചെയ്യുന്നത് ഏതാണ്? നമ്മള് പ്രൊമോഷനാണ്. നമ്മള് ഈ നമ്മളിതെടുത്തില്ലേ മസാല ദോശന്റെ, അതായത് ഷോർട്ട് ഫിലിം എടുക്കുന്നതിന്റെ ദിവസം ആദ്യം വീട്ടിൽ വന്നപ്പോ ഒരു പ്രൊമോഷൻ ചെയ്തു. അപ്പം ഒരു മൂവിന്റെ വിക്രാന്ത് റോണന്റെ ഒരു പുതിയ മൂവി, തെലുങ്ക് മൂവി ഇറങ്ങുന്ന ഒരു പ്രൊമോഷൻ ഉണ്ടായിന്. അതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത്. എന്റെ അക്കൗണ്ടിൽ ഇപ്പോൾ മാറിന്റെ അക്കൗണ്ടിൽ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നതാണ് മറ്റേ കാന്താരി കേക്ക് വേൾഡിന്റെ മറ്റേ ഇത് വന്ന സമയം വാലന്റൈൻസ് ഡേ സമയത്ത് ഒരു പ്രൊമോഷൻ ഉണ്ട് പയ്യന്നൂർ മാളില്, ഒരു കേക്ക് വേൾഡിന്റെ. അപ്പൊ അത് ചെയ്യാനാണ് സെക്കൻഡ് നമ്മ ഇതാവുന്നത്. പിന്നെയാണ് നമ്മൾ റീലിലേക്ക് അങ്ങനെയുള്ള പരിപാടീസ് തുടങ്ങുന്നത്. കിച്ചോട്ടൻ ജോബ് എന്നാ പറഞ്ഞു. മാനസി ചേച്ചിയെ കെട്ടിക്കൊടുക്കുന്നത് എല്ലാ കോണ്ടന്റ് ക്രിയേറ്റർ ഇൻഫ്ലുവൻസേഴ്സ് ആണ് എന്റെ അഭിപ്രായം. അല്ല,
കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസേഴ്സ് അല്ല, വളരെ ചുരുക്കം പേരാണ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയാൻ നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ആവുന്നുണ്ടെങ്കിലാണ് അവർ ഇൻഫ്ലുവൻസേഴ്സ്. നമ്മള് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് നമ്മളെ ഹാപ്പിനെസ്സിന് നമ്മൾ ഇഷ്ടങ്ങൾ ചെയ്യുന്നു, പിന്നെ ജസ്റ്റ് അത് എന്റർടൈൻമെന്റ് ആയിട്ട് ഏറ്റെടുക്കും. അതാണ് കോണ്ടന്റ് ക്രിയേറ്ററും ഇൻഫ്ലുവൻസറും തമ്മിൽ വ്യത്യാസം. ഞാൻ ഇൻഫ്ലുവൻസർ അല്ല, മാനസി ഇൻഫ്ലുവൻസർ അല്ല. ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് സ്കിൻ കെയർ ചെയ്യുന്നവരെ ചിലപ്പോൾ ഇൻഫ്ലുവൻസർ ആയിരിക്കാം. പിന്നെ ഈ മറ്റേ ഉബൈദിനെ പോലെയുള്ള ടീംസ്, ജോജി തമ്പി, അവരൊക്കെ ഇൻഫ്ലുവൻസർ ആയിരിക്കാം. അത് കണ്ട് ഇൻഫ്ലുവൻസ് ആവുന്നവരുണ്ട്. അങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുന്നവര്, മേക്കപ്പ് ആർട്ടിസ്റ്റിന് വേണമെങ്കിൽ ഇൻഫ്ലുവൻസർ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പെടുത്താം. നമ്മൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. നമ്മൾ ചെയ്യുന്നത് നിങ്ങളെ എൻജോയ് ചെയ്യിപ്പിക്കുക, എന്റർടൈൻ ചെയ്യിപ്പിക്കുക, അതല്ലാതെ നമ്മൾ ചെയ്യുന്നത്. സോ നിങ്ങളെ എൻജോയ് ചെയ്യിപ്പിക്കാനും എന്റർടൈൻ ചെയ്യിപ്പിക്കാനും മാത്രമല്ല നമ്മളെ ഇഷ്ടങ്ങൾ അതാണ് അവിടെ ചെയ്യുന്നത്. യെസ്, അതാ പറഞ്ഞത് ആവുന്നതാണ്. സോ നമ്മള് ഫോക്കസ് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മൾ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും നമ്മുടെ ഇഷ്ടത്തിനാണ്. നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യാൻ കാര്യങ്ങളെല്ലാം ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ കാണിക്കുന്നു. അതെ, ഒരേ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. അറിയേണ്ട കാര്യം അറിയണ്ട. പറയൂല. അടിപൊളിയാണ് രണ്ടാളെയും കാണാൻ. ബാക്കി വായിക്കുന്നില്ല. ചേട്ടന് എന്താ ജോബ്, അതുപോലെ മനസ്സിലാക്കാൻ പറഞ്ഞു. കൊറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമ്മൾ സ്കിപ്പ് ചെയ്ത് വിടുകയാണ്. ഇപ്പോഴേ പറയാം ഫുൾ ഇതാണ്. നിങ്ങൾ ലവേഴ്സ് ആണെന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അധികം വരുന്നത്. സ്കിപ്പ് ചെയ്ത് കളയുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിച്ചിട്ട് കണ്ട് ക്വാളിറ്റി, അതുപോലെ കിച്ചേട്ടനെ കണ്ടു, അതും നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഹായ്, കിച്ചേട്ടൻ മാനസി ആദ്യമായി കണ്ടത് എവിടെ വെച്ച് ഇങ്ങനെ വന്നതാണ്. രണ്ടാളെയും വീട് എവിടെയാ? മാനസിന്റെ വീട് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തായിട്ടാണ്, കൊച്ചി എന്ന് പറയും. എന്റെ വീട് റിവീൽ ചെയ്യുന്നത് അതെ, എന്റെ വീട് പിന്നെ തൃക്കരിപ്പൂരാണ്, നടക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കിച്ചുവിന്റെ ലൈഫ് ഏറ്റവും ഹാപ്പി ആയിട്ടും മെമ്മറബിൾ ആയിട്ടുള്ള കാര്യം എന്താ? ആരെ കൂടെ ഉണ്ടായ ഹാപ്പി മെമ്മറബിൾ ആയിട്ടും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എന്റെ ലൈഫ് അങ്ങനെ ഒരു ഹാപ്പി ലൈഫ് ഒന്നല്ല ഉണ്ടായത്. സോ അങ്ങനെ ഒരു ഹാപ്പി ടൈം, മെമ്മറബിൾ ടൈം ഒന്നും ഇല്ല. ഫുൾ ട്രാജഡി ടൈം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഷൈമ നാരായണനെ പറ്റിയിട്ട് ഞാൻ പറയാം. ഷൈമ നാരായണൻ ഞാൻ സ്റ്റാർട്ടിങ് എന്റെ ടിക്ടോക്ക് ഉള്ള കാലത്ത് ഇതുവരെ എന്റെ കമന്റ് ബോക്സിൽ എല്ലാ വീഡിയോയിലും ഒരു കമന്റ് ഉണ്ടാകുന്ന കുട്ടിയാണ്. നമ്മൾ ഇടനില്ലതാണ്, അടുത്തന്നില്ലേ. ആ കുട്ടി ഏത് കാലം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് ചില പേരുകൾ നമുക്ക് എപ്പോൾ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. അങ്ങനത്തെ ഒരു പേരാണ് ഷൈമ നാരായണൻ എന്ന് പറഞ്ഞത്. എന്റെ എല്ലാ കമന്റ്സും, യൂട്യൂബിന്റെ എല്ലാ കമന്റും നീ നോക്കോ, ഇൻസ്റ്റയിലെ എല്ലാ കമന്റും നോക്കോ, ആ കുഞ്ഞിന്റെ കമന്റ് ഉണ്ടാവും. കിടക്കിടക്കേ മെസ്സേജ് അയക്കും. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു ന്യൂ ഇയറിന്റെ സമയത്ത് ഞാനൊരു 1000ന്റെ ഒരു ചലഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു. എന്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങള് 10 മിനിറ്റ് സെക്കൻഡുകൾ അതിൽ മെസ്സേജ് കിട്ടിയാണ്. എന്റെ നക്ഷത്രം, എന്റെ ഡേറ്റ് ഓഫ് ബർത്ത്, എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ, എനിക്ക് ഇഷ്ടപ്പെട്ട നടി, പിന്നെ എന്തെല്ലോ ചോദിച്ചതിനല്ലോ 8 ആൻസർ ഒറ്റയടിക്ക് എത്ര 9 സെക്കൻഡിനുള്ളിൽ പറഞ്ഞത്. ആലോചിക്കണമെങ്കിൽ കിച്ചുവേട്ടൻ ചെയ്തതിൽ ഏറ്റവും ചാലഞ്ച് ആയി തോന്നിയ റീൽ ഏതാ? ഓഫ് കോഴ്സ് തന്മാത്ര. നമ്മ പറഞ്ഞത് അതൊന്നും ചലഞ്ച് ആയിട്ട് എനിക്ക് തോന്നില്ല. ചലഞ്ച് ആയിട്ട് തോന്നിയ തന്മാത്രയാണ്. തന്മാത്ര പേടിയോട് ചെയ്ത സാധനം. അത് പേടിയോട് ചെയ്തതാണ്. ചലഞ്ചിങ് ആയിട്ട് അതിൽ പെടുത്താം, പക്ഷെ അങ്ങനെ ചലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നില്ല. വനപ്രസ്ഥം ചെയ്തിട്ടുണ്ട്, കുറച്ച് എഫേർട്ട് വിട്ടിട്ടുണ്ട്. ബട്ട് ഇത് ചലഞ്ച് ആയിരുന്നു. പേടിയോട് ചെയ്താണ്. ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് കിച്ചുവേട്ടന്റെ നെക്സ്റ്റ് ജന്മം എന്താകണം? ഞാനാവണ്ട. നെക്സ്റ്റ് ജന്മം അങ്ങനെയൊന്നുമില്ല, ആരെങ്കിലും ഉണ്ടാവും. പറശ്ശിനിൽ ഫസ്റ്റ് വരുന്നവർക്ക് വേണ്ടി ഒരു ഡീറ്റെയിൽ വീഡിയോ ഇടുമോ പ്ലീസ്? എന്നോട് കുറെ പേര് ചോദിച്ചു. ഞാൻ ഒരു ഡീറ്റെയിൽ വീഡിയോ അത് ഇടാറുണ്ട്. കുറെ ആൾക്ക് ഡൗട്ട് ഉണ്ട്. ഞാൻ അന്നേ വിചാരിച്ചു ഒരു ഡീറ്റെയിൽ വീഡിയോ ഇടണം. ഫ്യൂച്ചർ പ്ലാൻ രണ്ടാളും പറഞ്ഞു. രണ്ടുപേരും ഇപ്പൊ എന്താ ചെയ്യുന്നത്? വീഡിയോ പോസ്റ്റിംഗ് അല്ലാതെ അതും പറഞ്ഞു. ഫേവറേറ്റ് അൺഫോർഗറ്റബിൾ മെമ്മറി മെമ്മറി ഒന്നും ഇല്ല നമുക്ക്. അങ്ങനെ പെട്ട അവസരങ്ങൾ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടല്ലോ. അൺഫോർഗറ്റബിൾ മെമ്മറി പറയാനൊന്നുമില്ല. പിന്നെ നമ്മൾ കുറച്ച് ലോങ് പോയത് കോഴിക്കോട് മറ്റേ ഇതിന് വേണ്ടിയിട്ടാണ്. കണ്ണങ്കണ്ടീന്റെ ഇത് ചെയ്യാൻ വേണ്ടി ട്രെയിനിലെല്ലാം പോയത്. പിന്നെ ഇപ്പം വന്നത് നമ്മ ഒരുമിച്ചല്ല വന്നതും ഇതല്ല. അങ്ങനെ ഒരുമിച്ചുണ്ടായിട്ടുണ്ടെങ്കിൽ കുറച്ച് മെമ്മറീസ് ഉണ്ടാവുമായിരുന്നു. അങ്ങനെ പറയുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും പെർഫെക്റ്റ് ആയി ചെയ്തു തോന്നിയ അറിയും? പെർഫെക്റ്റ് ആയി ചെയ്തു തോന്നിയത് ഒരുപാടുണ്ട്, ഒന്നും രണ്ടൊന്നല്ല. എനിക്ക് ഇതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ സമയല്ലോ ഭയങ്കര ഇഷ്ടമുള്ള റീലാണ്. ഞങ്ങൾക്ക് കോസ്റ്റ്യൂം കിട്ടി, ഓർണമെന്റ്സ് ആയാലും എല്ലാം പക്കായിട്ടുണ്ടായിന്. അതിന്റെ ഇത് നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യുന്നേ. വീട് സെലക്ട് ചെയ്ത് അവിടെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ നിങ്ങളുടെ
പെർഫെക്റ്റ് തോന്നുന്നത് അതന്നെ. അല്ല രംഗാശ്വരൻ അല്ലെങ്കിലും ഇത് അത്യാവശ്യം നല്ല വർക്ക് ചെയ്യാൻ പറ്റും. ഏറ്റവും ഡിഫിക്കൽട്ട് ആയിരുന്ന എന്നാൽ പാക്കപ്പ് ആയപ്പോ 100% സാറ്റിസ്ഫാക്ഷൻ തോന്നിയ വർക്ക് ചെയ്ത് കല്യാണരാമൻ. കല്യാണരാമൻ ആക്ച്വലി ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. കാരണം അത് പ്ലാൻ ചെയ്തിട്ട് അത് നടക്കാൻ വേണ്ടി ഒരു കല്യാണ വീട് സെറ്റ് ആവണമായിരുന്നു. പുറമേ ഉള്ള ഒരു കല്യാണ വീട്ടിൽ പോയിട്ട് നമുക്ക് ഈ സാധനം ചെയ്യാൻ പറ്റൂല. അവരെ തിരക്ക് കാര്യങ്ങൾ അതിന്റെ ഇടയിൽ ഞങ്ങൾക്ക് റീൽ എടുക്കണം എന്ന് പറഞ്ഞാൽ ബന്ധുക്കളായപ്പോഴും ചിലപ്പോൾ സമ്മതിക്കണമെന്നില്ല. അപ്പൊ ഞാൻ പ്ലാൻ ചെയ്തത് എന്റെ വീട്ടിൽ അങ്ങനെ ഒരു ഫംഗ്ഷൻ വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തു. സോ എന്റെ വീട്ടിലല്ല, ഞാൻ തറവാട് വീട്ടില് ശ്രീകുട്ടന്റെ എന്റെ കസിൻ ഉണ്ട്. ഓന്റെ കുഞ്ഞിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ, ശ്രീകുട്ടന്റെ കുഞ്ഞിന്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വെയിറ്റ് ചെയ്തോണ്ട് അത് വരുന്നതാണ്. എനിക്ക് ഏകദേശം ഒരു ബോധം വന്നു. വ്ലോഗ് ഇട്ടിട്ടുണ്ടായി ഞാൻ വന്ന മുത്തപ്പനെല്ലാം ഉണ്ടായിരുന്നു. അതെ. അപ്പൊ അന്ന് പെട്ടെന്ന് ഇതായി. ഇപ്പൊ ഞാൻ സലാഡ് നമുക്ക് എടുക്കാം. മനസ്സിനോട് പറഞ്ഞു കോസ്റ്റ്യൂം സെറ്റപ്പടേ പറഞ്ഞു. കോസ്റ്റ്യൂം സെറ്റ് ആക്കുന്നു, ഞാൻ സെറ്റ് ആവുന്നു, കുഞ്ചാക്കോനാൻ അപ്പൂസിനോട് ചോദിക്കുന്നു. ഫാമിലി എല്ലാം എന്റെ നിന്നു. ആ കമന്റ് ബോക്സിൽ ഫുള്ള് അത് പറഞ്ഞു. മുമ്പട്ടി മറ്റേ സ്നേഹ എന്ന് പറഞ്ഞൊരു എന്റെ ഒരു കസിൻ ഉണ്ട്, ഓള് കയ്യിൽ നിന്നിട്ടുണ്ടായി. ഫാമിലി ഫ്രണ്ട്സ് എല്ലാരും ഉണ്ടായിരുന്നു. ലുണ്ടു എല്ലാരും നമ്മള് രണ്ടാളും ചെയ്യുന്നത് പോലെയല്ലല്ലോ. അത്രയും ആൾക്കാരെ നമ്മള് കംഫർട്ട് ആക്കണം, അത്രയും ആൾക്കാരെ എഫേർട്ട് ഇടണം. കുറെ വലിയവരും കുറെ ഉണ്ടായിന്. ജാനേശ്വരൻ ഉണ്ടായിന്, നമ്മളെ പിന്നെ രഞ്ജിത്തേട്ടൻ ഉണ്ടായിന്, അവരെല്ലാരും ഉണ്ടായിട്ടുണ്ടായിന്. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സാധനം അതാണ്. പാക്കപ്പ് പറഞ്ഞപ്പോ 100% സാറ്റിസ്ഫൈഡ് ആയ സാധനം അത് ആദർശ് തെല്ലങ്കേരി, ഈ ചെറ്റാന്റെ ഏട്ടനാണ്. അപ്പൊ ഇവൻ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് സ്റ്റോറി ഇട്ട് ഞാൻ എല്ലാരും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചോദിക്കുന്നത്, അതുകൊണ്ടാണ് ചോദിച്ചത് മാനസികപ്പോ അവന്റെ പേരെന്താവും വെറൈറ്റി ആയി ചോദിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് പറയുന്നില്ല. നിമിഷ, എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യനേ ഉണ്ടാകൂ. സ്വാഭാവികം, നമുക്കറിയാം. ഇവനും അത് ആകാശ് രാജീവ് ഈ സെറ്റും അതുകൊണ്ട് ചോദിച്ചത്. ഷർട്ട് കൊണ്ട് ലിങ്ക് കേട്ടോ, ലിങ്ക് ഞാൻ അയച്ചുതരാം, പേഴ്സണൽ അയച്ചുതരാം. കഴിക്കാം. ജിനേഷ് മനോഹർ, അതും വെറൈറ്റി ആണ്. നിങ്ങളുടെ കുട്ടിക്ക് എന്ത് പേരിടാനുള്ള ആഗ്രഹം? ജിനേഷ് മനോഹർ എന്നിട്ടാലോ? അതാകുമ്പോ അത്യാവശ്യം കുറച്ച് ജിനു നല്ലൊരു പേരാണ്. ജിനു എന്നിടാം. ജിനു. രണ്ടാളുടെയും വീട് എവിടെയാ പറഞ്ഞത്? ടീച്ചറിന്റെ ലൈഫ് ഏറ്റവും ഹാപ്പി ആയിട്ട് മെമ്മറബിൾ ആയിട്ടുള്ള കാര്യം എന്താ? അതായിട്ട് വായിച്ചത് അല്ലേ? നിങ്ങൾ എങ്ങനെയാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയത്? എപ്പോഴാണ് കണ്ടത്? എത്ര ഇയേഴ്സ് ആയി? ബോൺ സ്റ്റോറി. ആക്ച്വലി നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാനുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എന്റെ മനസ്സിന്റെ ഇടയിൽ ഇല്ല. ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ഡെയിലി വിളിക്കുന്നവരായിരിക്കാം, മെസ്സേജ് അയക്കുന്നവരായിരിക്കും. എന്റെ മനസ്സിന്റെ മെസ്സേജ് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഏതെടുക്കുന്നത്? ഇതല്ലാതെ നമ്മളെ ചാറ്റില് നമ്മൾ പ്രോപ്പർ ഡെയിലി ചാറ്റ് ചെയ്യുന്നവരല്ല. ആക്ച്വലി ഞാനൊരു ചാറ്റ് പേഴ്സൺ അല്ല. ഞാൻ ചാറ്റ് പേഴ്സൺ ആണ്. എനിക്ക് കോളിംഗ് ഇഷ്ടമല്ല. എനിക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അപ്പൊ വിളിച്ച് സംസാരിക്കും. എനിക്ക് ചാറ്റിലൂടെ സംസാരിച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഫീലിങ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഞാൻ ചാറ്റ് പേഴ്സൺ അല്ല. ഞാൻ ആരോടും അങ്ങനെ മെസ്സേജ് അയക്കലും ഇല്ല. അപ്പൊ അത് മേ ബി അതുകൊണ്ടാവാം ഞാൻ അങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കാത്തത്. പക്ഷെ നമ്മളിങ്ങനെ എന്താ പറയാ, ഇതെടുക്ക അതെടുക്ക അതേ ഇല്ലു നമ്മളെ ചാറ്റിൽ. പിന്നെ ആരെങ്കിലും ഏതെങ്കിലും ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഗുഡായ്പ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെയല്ലേ, ഇവർക്ക് അങ്ങനെയൊക്കെ നുണ പറയാൻ വരും. അപ്പം തന്നെ വരും സ്പോട്ടിൽ. എന്തുണ്ടെങ്കിലും അപ്പൊ എനിക്ക് ഇൻസിൽ തരും. ആളു, ആർക്കാണ് നിങ്ങൾ തമ്മിൽ റിലേഷൻ ഉണ്ടോ ചോദിക്കും കൂടുതൽ ഇറിറ്റേറ്റ് ആവുന്നത്? ഇറിറ്റേറ്റ് ഒന്നുമില്ല, നമുക്ക് രസം. സത്യം പറഞ്ഞ ചിരി വരും. നമുക്ക് ചോദിക്കുന്ന ഇഷ്ടം. അത് സത്യം പറയാം, ശരിക്കും ഭയങ്കര ഇഷ്ടമാണ് ചോദിക്കുന്നത്. എന്നോട് അങ്ങനെ എത്ര ആള്, ഞാന് ഗുരുവായൂർ വന്നിട്ടില്ലേ, ഞാൻ ലേറ്റ് ആയിട്ടാ വന്നത്. നിന്നോട് ഞാൻ പറഞ്ഞല്ലോ ചാടിക്കാൻ ഞാനിവിടെ ഒരു ഫുഡ് കഴിച്ചു തരാന്ന് കേറിയവിടെ റീലൊക്കെ വൈഫ് വന്നിട്ടില്ലേ? നമ്മുടെ വന്നിട്ടുണ്ട്, അവിടെ ഉണ്ട്. അങ്ങനെ പറഞ്ഞേ ഞാൻ വന്നിട്ടുണ്ട്, അവിടെ ഉണ്ട് ഒരാളും. ഞാനൊന്നും പറയേണ്ടത് തിരിഞ്ഞിട്ടാ. അറ്റ്ലീസ്റ്റ് അയാൾക്ക് ചോദിച്ചൊരു വൈഫാണോ, അയാളത് അക്സെപ്റ്റ് ചെയ്ത പോലെ. വൈഫ് വന്നിട്ടില്ലേ? അയ്യോ അയ്യോ ഗൈസ്. സുഖാണോ? കിച്ചുവേട്ടൻ മാനസി ചേച്ചി രണ്ടാൾക്കും എന്ത് ക്യൂട്ടാണ് രണ്ടാളെയും കാണാൻ. എങ്കിൽ രണ്ടാളും പൊളിയാണ്. എനിക്ക് രണ്ടാളെ ഒരുപാട് ഇഷ്ടമാണ്. എപ്പോഴും ഇതുപോലെ തന്നെ നിൽക്കണം. ക്വസ്റ്റ്യൻ ഒന്നുമില്ല, ബട്ട് ഒരു കാര്യം പറയാൻ, നിങ്ങൾ രണ്ടാളെയും കോമ്പോ സൂപ്പറാണ്. താങ്ക് യു. നിങ്ങൾ തമ്മിൽ ചേട്ടന്റെയും ചേച്ചിയുടെയും വീട് അടുത്താണ്. അത് ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ടോ? ഒരു 8 കിലോമീറ്റർ ഉണ്ട് ഡിസ്റ്റൻസ്. അത്ര ഉണ്ട്. മാനസിയുടെ റിയൽ നെയിം എന്താണ്? മാനസിയെ ഞങ്ങൾക്ക് തന്ന കിച്ചുവിനെ കുറിച്ച് 2 വാക്ക്. മാനസിയുടെ റിയൽ നെയിം മാനസി രതീഷാണ്. NA ഇല്ലല്ലോ. മാനസി ഉണ്ട് അല്ലേ? NA ഉണ്ട്. മാനസിയെ ഞങ്ങൾക്ക് തന്ന കിച്ചുവിനെ കുറിച്ച് 2 വാക്ക്.
നിന്നെ ഇപ്പൊ ഞാൻ ഇവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞാൻ ആ, ത്രൂ ആണല്ലോ. ആ. അപ്പൊ എന്നെ പറ്റി എന്തെങ്കിലും രണ്ടു ആ വാക്ക് ഞാനും തീരെ എക്സ്പെക്ട് ചെയ്തിട്ടില്ല ലൈക്ക് ഇങ്ങനത്തെ ഈ ആ ഒരു ഫീൽഡിലേക്ക് വരാൻ. ഞാനിങ്ങനെ ഓള് ഫോക്കസ് ചെയ്യുന്ന സിനിമ അങ്ങനെയെല്ലാം വിചാരിച്ചതാണ്. പക്ഷെ ഇങ്ങനെ ഒരു വളഞ്ഞ റൂട്ടിലാവുന്നില്ല സാധനം പക്ഷെ പറയും. എനിക്ക് ഇഷ്ടമായി. കാരണം കിക്സാട്ടൻ മൂലം ഈ ഒരു ഫീൽഡിലേക്ക് എത്താനും എനിക്ക് കുറെ ആൾക്കാരെ എന്നെ അറിയപ്പെടാനും ഇവിടെ പോയി കഴിഞ്ഞാല് ചേച്ചി ഇത്രയും ഉണ്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് അതിന് കാരണക്കാരൻ കിച്ചാടൻ തന്നെയാണ്. ഭയങ്കര ഹാപ്പി. അനുമതി what is മാനസിക ചേച്ചി doing currently? ഞാൻ പറഞ്ഞത് which video is your favorite? പറഞ്ഞു മാനസിക ചേച്ചി പറഞ്ഞു ഫസ്റ്റ് റീൽ ഷൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു, ഇപ്പം അതിൽ നിന്നും ഒക്കെ മാറി ഇപ്പൊ എങ്ങനെയുണ്ട്? ഒരുപാട് ഉണ്ട്. ഭയങ്കര ഉണ്ട്. കാരണം നമ്മളിപ്പോ പച്ച പക്ഷെ കാര്യം ഇപ്പൊ ചെയ്ത് നിനക്കും തോന്നില്ല മസാല ദോശ നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ചെയ്താൽ മതിയായിരുന്നു. കാരണം ഭയങ്കര ഞാൻ എന്നൊരു വ്യക്തി ഫോണിൽ മാത്രം ചെയ്തുകൊണ്ടുണ്ടായ ഒരാളാ. മസാല ദോശക്ക് ഇത് ക്യാമറയിലും വെച്ച് ലൈറ്റെല്ലാം തെറ്റിട്ട് ഞാനിങ്ങനെ ഇരിക്കാം. ഫുൾ ടെൻഷൻ എന്റെ ഉള്ളിൽ നിന്ന് വരുന്നില്ല. എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നില്ല. ഞാൻ അമ്മനോട് മസാല ദോശന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം ഞാൻ അമ്മനോട് പറഞ്ഞപ്പോ ഞാൻ അഭിനയം നിർത്തി. എനിക്ക് പറ്റുന്നില്ല. എനിക്ക് മേ ബി ഞാൻ കാണാത്തോണ്ടായിരിക്കും എന്റെ അഭിനയം. ഒരു റൗണ്ടിൽ നമ്മൾ നോക്കി അഭിനയിക്കുന്നതല്ലേ. എനിക്ക് തീരെ പറ്റുന്നില്ല. പിന്നെ പിന്നെ ചെയ്താണ് ഇപ്പൊ ക്യാമറ ഇല്ലാണ്ട് പറ്റാണ്ട് അങ്ങനെയാണ്. ഭയങ്കര ഭയങ്കര നമ്മള് ഏതൊരു കാര്യമായാലും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലല്ലേ പെർഫെക്റ്റ് ആവുള്ളൂ. ജ്യോതി മാനസിക ചേച്ചിയുടെ ആക്ടിങ് ഫസ്റ്റ് കണ്ടപ്പോ എന്താ തോന്നിയത്? അപ്പൊ എനിക്കും അങ്ങനെ വലിയൊരു ഇതില്ലല്ലോ. ഞാൻ ഇതില്ലല്ലോ നല്ല മനസ്സിനപ്പോ എനിക്കറിയില്ല. മനസ്സ് ഇപ്പൊ ഇല്ലൊരു ഞാൻ ഇവിടെ മുമ്പിൽ വെച്ചപ്പോ നല്ല കാലിബറുള്ള ആളാണ് മനസ്സിൽ. അപ്പൊ ആ സമയത്ത് ഇവിടെ കയ്യിൽ ഇത്രയും ഉണ്ട് എന്നുള്ളത് എനക്കും അറിയില്ല. ആ സമയത്ത് അതാ ഞാൻ പറഞ്ഞത് അവളോട് ഇപ്പൊ മസാല ദോശ ഇതിനേക്കാൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു ഇപ്പൊ തോന്നുന്നു. അടിപൊളി ചെയ്യാൻ പറ്റുമായിരുന്നു. ഞാനിങ്ങനെ അഭിനയിക്കാൻ വേണ്ടി അഭിനയിച്ചാണ് മസാല ദോശ. നമുക്ക് നാച്ചുറൽ ആക്ടിങ് ഒന്നും അതിൽ വന്നിട്ടില്ല. ഇപ്പൊ തോന്നുന്നു അത് കുറച്ചുകൂടി നമുക്ക് അടിപൊളിയാക്കാമായിരുന്നു എന്ന് തോന്നിപ്പോകുന്നുണ്ട്. സോ ആ സമയത്തും അങ്ങനെ മനസ്സിന്റെ ആക്ടിങ് കാണുമ്പോൾ ആ കുട്ടിക്ക് അത്രേ ഉള്ളൂ എന്നൊരു സാധനമായിരുന്നു ശരിക്കും മനസ്സിൽ. ശിവഗംഗ ചേച്ചി അനിയത്തി ആയാണോ കണ്ടത് അതോ എല്ലാം തുറന്ന് പറയാൻ പറ്റിയ ബെസ്റ്റ് ഫ്രണ്ട് ആയാണോ കണ്ടത്? ആക്ച്വലി രണ്ട് കാറ്റഗറിയിൽ ഞാൻ പെടുത്തിട്ടില്ല. അനിയത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി കാര്യങ്ങൾ അന്വേഷിക്കും കെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരാളായിരിക്കണം. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ എന്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ പോയിട്ട് പറയുന്ന അല്ലെങ്കിൽ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കുന്ന ഒരാളായിരിക്കണം. ആക്ച്വലി ഈ രണ്ട് കാറ്റഗറിയിലും മനസ്സില്ല. എന്ന് വെച്ചാൽ മനസ്സിൽ ഇമ്പോർട്ടന്റ് അല്ല, ഇമ്പോർട്ടന്റ് അല്ലാത്ത ഒരാളല്ല സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പ്രൊട്ടക്ട് ചെയ്യാനും ലൈക്ക് ഒരു ബ്രദറിനെ പോലെ പ്രൊട്ടക്ട് ചെയ്യാനും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാനും ഒരു ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെ ഷെയർ ചെയ്യാനും ചെയ്യലുണ്ട്. പക്ഷെ ഞങ്ങള് ചാറ്റിലൂടെ ആയിരിക്കൂല ഈ കാര്യങ്ങൾ പറയുന്നത്. നേരിട്ട് കാണുമ്പോഴേക്കും കാര്യങ്ങൾ പറയുന്നത്. ഐ ആം തേജലക്ഷ്മി. ഈ ചേച്ചിയായിട്ട് റീല് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഇത് പറഞ്ഞു യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒന്നിക്കുന്ന അവസരമാണ്. ഫ്യൂച്ചറിൽ നിങ്ങൾ രണ്ടാളും തമ്മിൽ കമ്മിറ്റഡായ കുട്ടികൾക്ക് നിങ്ങൾ തമ്മിൽ ലവാണ്. നീയൻ സുന്ദരി സം ഗ്രൂപ്പേഴ്സിൽ കിച്ചോരം മനസ്സിൽ ചേച്ചിയുടെ ചെറുതായിട്ട് വായിക്കുന്നത് നിങ്ങളുടെ ഒബ്സർവേഷൻ. നീയൻ സുന്ദരി സം ഗ്രൂപ്പേഴ്സില് കിച്ചോട്ടം മാനസിക ചേച്ചിയുടെ ചെറുതായിട്ട് വായി നോക്കിയ പോലൊരു തോന്നലിന് നിങ്ങളുടെ കണ്ണുകൾ ഡൗട്ട് ഒന്നുമില്ല. നിങ്ങളുടെ കോംബോ വീഡിയോസ് ഇനിയും വേണം, അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. നമുക്കത് കേട്ടാൽ മതി. ശാന്തിനി ശിവൻ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ റിലേഷൻ ഒന്നും ഇല്ല, ഇനി എപ്പോഴെങ്കിലും അങ്ങനെ ഉണ്ടാവോ? നിങ്ങൾക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം. ഒരു ദിവസം ഇതെല്ലാം മാറ്റി പറഞ്ഞായിരിക്കുന്നു നിങ്ങൾ നിങ്ങൾ രണ്ടാളും ഒന്നിച്ച് ഇന്നൊരു Q&A ചെയ്തോണ്ടിരിക്കുന്നു. എന്തെങ്കിലും കപ്പിൾ റീൽസ് ഷൂട്ട് ചെയ്ത ടൈമിൽ മാനസിക ക്രഷ് തോന്നിയിട്ടുണ്ടോ? യെസ്, വൺ ടൈം. അത് ക്രഷ് അല്ല, ഞാൻ സൺലേറിനോട് പറഞ്ഞിട്ടുണ്ടായിന്. ഏത് ദിവസം അറിയോ? സൺലേറിനോടാണ് പറഞ്ഞത്. ആദർശനോട് സൺലേറിനോടാ ഏതൊരു ഷൂട്ടും മനസ്സിന് നല്ല പാങ്ങതല്ലെന്ന് കാണാൻ വേണ്ടിട്ട് നല്ല അറിയാതെ ഇങ്ങനെ ഇത് വരുന്നുണ്ട് അഭിനയിക്കാൻ. അത് ഏത് ഷൂട്ടാണ് സൺലേറിനോട്? ചിന്ന ചിന്ന കണ്ണ സേവിൻ പ്രഗ്നൻസി പ്രഗ്നന്റിന്റെ ആ സാധനത്തില് ആയിരിക്കും കണ്ണോട് പറഞ്ഞത്. അത് കഴിഞ്ഞു രണ്ടുപേരുടെയും സീക്രട്ട് റിലേഷൻഷിപ്പാണ്. സീക്രട്ട് മനസ്സിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അതുപോലെ മനസ്സിൽ ഒരു അഡ്വൈസ് കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? അഡ്വൈസ് കൊടുക്കാൻ വേണ്ടി ഞാൻ ആരും അല്ല. ആക്ച്വലി അഡ്വൈസ് പേഴ്സണൽ ഓരോ ഇതല്ലേ അവരെ.
മനസ്സിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞു. നോ ഡൗട്ട്സ് ആണല്ലോ ചോദിച്ചോട്ടാ. നിങ്ങൾ നെക്സ്റ്റ് വീഡിയോ എപ്പോഴാണ് റൊമാൻറ്റിക് നിങ്ങൾ പൊളിയാൻ അടിപൊളിയായി നിങ്ങൾ കല്യാണം നെക്സ്റ്റ് വീഡിയോ എല്ലാ നിങ്ങൾ ക്വസ്റ്റ്യൻസും നല്ല ജോഡികളാണ്. നിങ്ങൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ഇൻസ്റ്റ കാണുന്നത് തന്നെ നിങ്ങൾ രണ്ടുപേരെയും കാണാനാണ്. അയ്യോടാ. കണ്ണിന് വേദന അറിയാം. ഓക്കെ ആണോ? വാട്ട്സ് യുവർ ബിഗ്ഗസ്റ്റ് ഡ്രീം? നിങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി കണ്ട ആരാലും തെറ്റിദ്ധരിച്ചു പോകും. ഓറ ആരെ കപ്പിൾസ്? നിങ്ങളുടെ കോമ്പോസ് ഇത്രയും ആൾക്കാർ ഇഷ്ടപ്പെടുമെന്ന് തോന്നിയിരുന്നോ? എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഫസ്റ്റ് മുതലേ ഒരു നമ്മളെ എനിക്ക് തോന്നിയിട്ടില്ല. ഇറ്റ്സ് ബിക്കോസ് ഞാൻ വരുന്നതിന് മുൻപ് മണിക്കുട്ടീനെ ഒന്നിച്ചാണല്ലോ വീഡിയോസ് ചെയ്തോണ്ടുണ്ടായത്. കൊറേ വർഷങ്ങളായി നിങ്ങൾ കണ്ടുകൊണ്ടുണ്ടായ മണിക്കുട്ടിയാണ്. അപ്പൊ ഞാൻ ആദ്യം വീഡിയോയിൽ വന്നപ്പോ സത്യം പറഞ്ഞാൽ ആരും ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിട്ടില്ല. കമന്റ് മണിക്കുട്ടി എവിടെ, മണിക്കുട്ടി എവിടെ, മണിക്കുട്ടി എവിടെ എന്നൊക്കെ കുറെ പേര് ചോദിച്ചില്ല. അപ്പൊ ഞാനിങ്ങനെ അയ്യോ വീഡിയോ ചെയ്യണോന്ന്. പക്ഷെ 2-3 വീഡിയോ ആയ പിന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി, ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇപ്പാണ് നല്ല രീതിയിൽ ആക്സെപ്റ്റ് ചെയ്തത്. വാട്ടെവർ വി ലവ് ദിസ് കോംബോ അതിനകത്ത് നിങ്ങൾക്ക് കഴിച്ചിട്ട് കുട്ടികളും കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. സ്വന്തം ആ ശരി കൊള്ളാതെ. എനിക്ക് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സാണോ നിങ്ങൾ രണ്ടുപേരും കണ്ടിട്ടാണോ നിങ്ങൾ റിലേഷൻ ഉണ്ടോ? സൂപ്പർ കോമ്പോ ഇന്നും ഇതുപോലെ ഹാപ്പി രണ്ടാളും എനിക്ക് പ്രൈസ് അതെ നിങ്ങൾ രണ്ടാളും കൂടി കല്യാണം കഴിച്ചു. അത് ഇപ്പൊ നിങ്ങൾ തമ്മിൽ ലവ് അല്ല 11 ഡേയ്സ് മന്ത്സിൽ ഒരു ലവേഴ്സ് ആവാൻ ചാൻസ് ഉണ്ടോ? വാട്സ് യുവർ റിലേഷൻ? സൂപ്പർ ജോഡിയാണ് നിങ്ങൾ കപ്പിൾസ് ആണോ? ആർ യു ലവേഴ്സ്? നിങ്ങൾ കമ്മിറ്റഡ് ആണോ? എന്താണ് വിശേഷം? നിങ്ങൾ ലവേഴ്സ് ആണോ? നിങ്ങൾ തമ്മിൽ നല്ല മാച്ചാ? ദിലീപേട്ടൻ കാഴ്ചയും പോലെ പകരം വെക്കാനല്ല. മനസ്സിൽ ക്രഷ് തോന്നിയിട്ടുണ്ടോ? മാനസി ചേച്ചി ആദ്യം കണ്ടപ്പോൾ എന്താ തോന്നി? എത്ര ഇയർ ആയി നിങ്ങൾ റിലേഷൻഷിപ്പ്? നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് നമ്മൾ തുടങ്ങിയിട്ട് മസാല തുടങ്ങിയിട്ട് 5 നമ്മുടെ സ്റ്റോറേജ് ഫുൾ ആയതുകൊണ്ട് അത് കട്ടായത് കേട്ടോ. ഞാൻ ഫസ്റ്റ് ഇയർ കയറി പകുതിയായപ്പോഴാണ് മസാല ദോശന്റെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടുണ്ടായ. ഷൂട്ട് കംപ്ലീറ്റ് ആയത് സെക്കൻഡ് ഇയർ കയറിയ സമയത്ത്. അപ്പൊ എത്ര 2022 തൊട്ടാണ് ഞങ്ങള് 22, 23, 24, 25, 26 5 കൊല്ലായി. 5 കൊല്ലായി. കഴിഞ്ഞ മനസ്സിൽ ഓൾറെഡി നേരത്തെ വായിച്ചു ഇതിനുള്ള നിങ്ങളുടെ കുട്ടികളോട് ഫീഡ്ബാക്ക് ഉണ്ടാക്കി. രണ്ട് പ്രാവശ്യം. അപ്പൊ ഇത്രയാണ് നമുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഗൈസ്. അതില് കൊറേ റിപ്പീറ്റഡ് ആണ്. കൊറേന്ന് വെച്ചാൽ കൊറേ ഫുള്ള് റിപ്പീറ്റഡ് ആണ്. നമുക്ക് റിപ്പീറ്റഡ് പറയാൻ ആഗ്രഹമില്ലാത്തതാണ് നമ്മളത് പറയാത്തത്. അപ്പൊ നിങ്ങളെ ഡൗട്ട്സ് എല്ലാം തീർന്നിട്ടുണ്ടാകുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, നിങ്ങൾ ഇനിയിപ്പോ ഇത് കണ്ട് നമ്മളെ ഫോണിൽ സ്റ്റോറേജ് കഴിഞ്ഞ് അതൊരു ചട്ടപ്പടി കുറച്ച് തീർക്കാൻ പോയിരുന്നു. അപ്പൊ ഇതെല്ലാം ക്വസ്റ്റ്യൻസ് ഉണ്ടായത്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസർ ചെയ്തു. ഇപ്പൊ നമ്മളെ കോംബോ നിങ്ങൾ ഏറ്റെടുത്തു എന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. ഈ സപ്പോർട്ട് അങ്ങോളം നമ്മൾ പ്രതീക്ഷിക്കുന്നു. യൂട്യൂബിലായാലും ഇൻസ്റ്റയിലും നമുക്ക് രണ്ടാൾക്കും സെപ്പറേറ്റ് അക്കൗണ്ട് ഉണ്ട്. യൂട്യൂബിലായാലും രണ്ടാൾക്കും സെപ്പറേറ്റ് അക്കൗണ്ട് ഉണ്ട്. സെയിം നെയിമാണ് നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഉള്ളത്. അപ്പൊ എല്ലാവരും നമ്മൾ ഫോളോ ചെയ്യും, സപ്പോർട്ട് ചെയ്യും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ ഇത്ര എത്തിച്ചത്, ഇനി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പോകുന്നത്. നിങ്ങൾ വിചാരിച്ച പോലെ ഞങ്ങൾ ഇനിയും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. കുറെ കോണ്ടന്റ് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. വലിയ വലിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെല്ലാം നോക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞങ്ങള് ഇറക്കും, അത് ഉറപ്പാകും. അപ്പൊ ഇത്ര നേരം നമ്മളെ കേട്ടിരുന്ന എല്ലാവരോടും താങ്ക് യു സോ മച്ച്. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരും വരയ്ക്കും. ബൈ.